ഇന്ന് പലർക്കും തുറന്നു പറയുകയാണെങ്കിൽ പാസ്റ്റർമാർക്ക് അവർക്ക് അവരുടെ കാര്യം തന്നെ നോക്കാനുണ്ട്, പിന്നെയാണ് ആടുകളുടെ കാര്യം. ഇന്ന് പല സഭാ ശുശ്രൂഷകന്മാർക്കും അവരുടെ കാര്യങ്ങൾ തന്നെ ധാരാളം നോക്കാനുണ്ട്. അതുകൊണ്ട് സഭാവിശ്വാസികളുടെ കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവരാരും പാസ്റ്റർമാരാകാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുവാൻ മാത്രം സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമേ പാസ്റ്റർ ശുശ്രൂഷ ഏറ്റെടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒന്നാണ്. യാക്കോബ്, പഴയ നിയമത്തിലെ യാക്കോബ് ആടുകളെ എങ്ങനെയാണ് മേയിച്ചത് എന്ന് ലാബാനോട് വിവരിക്കുന്നുണ്ട്. അജപാലനമാണല്ലോ ഈ പാസ്റ്റർ ശുശ്രൂഷ. ആടുകളെ മേയ്ക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഒരു ഇടയൻ ആടുകളെ മേയ്ക്കണമെങ്കിൽ വെയിലത്ത് നടക്കണം, രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തണം. ഇവയെ ദുഷ്ടമൃഗങ്ങൾ നശിപ്പിക്കുമോ? മാത്രമല്ല യജമാനന് ആടുകളിൽ ഒന്നിനെയും നഷ്ടപ്പെടുത്താതെ കണക്ക് ബോധിപ്പിക്കുവാൻ ഒരു ഇടയൻ ബാധ്യസ്ഥനാണ്. ഉൽപ്പത്തി 31:38 മുതൽ, ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ താമസിച്ചു. നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ തിന്നുകളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇതായിരുന്നു എൻ്റെ അനുഭവം. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതായി. മറ്റു പലരും സ്വന്തം കാര്യം നോക്കുമ്പോൾ എന്തുകൊണ്ട് തിമോത്തി ക്രിസ്തുവിൻ്റെ കാര്യം അന്വേഷിക്കുന്നവനായി മാറി? അതിനൊരു പ്രധാന കാരണം, ബാല്യപ്രായം മുതൽ തന്നെ ഈ തിമോത്തിയോസ് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവനായിരുന്നു. തിമോത്തിയോസിൻ്റെ അമ്മ, തിമോത്തിയോസിൻ്റെ വലിയമ്മ രണ്ടുപേരും വിശ്വാസികളായിരുന്നു. ഈ രണ്ടമ്മമാരും തിമോത്തിയോസിന് വചനത്തിൽ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകാം. തിമോത്തിയോസെ, നീ മറ്റുള്ളവരെ പോലെയാകരുത്, ലോകക്കാരെ പോലെയാകരുത്. അവർക്ക് വേണ്ടി ജീവിക്കുന്നു. ലോകത്തിലെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അവർ ജീവിതം മാറ്റിവെക്കുന്നു. നീ നിൻ്റെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കണം. ഇത് ബാല്യപ്രായത്തിൽ ഈ കുഞ്ഞ് കേട്ടിരിക്കാം. മാത്രമല്ല ദൈവത്തിൻ്റെ വചനം അവൻ ചെറുപ്പത്തിലെ പഠിച്ചു. 2 തിമോത്തി 1:5 ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വീണ്ടും 2 തിമോത്തി 3:14 നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പ്രിയമുള്ളവരെ, തിമോത്തിയോസിനെ മാത്രമേ പറഞ്ഞയക്കുവാൻ യോഗ്യനായി പൗലോസ് കണ്ടുള്ളൂ. ലൗകികനായ ഒരു വിശ്വാസി അഥവാ ഞാൻ പോകാമെന്ന് പറഞ്ഞാലും പൗലോസ് പറഞ്ഞയക്കില്ല. കാരണം തിമോത്തിയോസ് കർത്താവിൽ വിശ്വസ്തനാണ്, പണത്തിൻ്റെ കാര്യത്തിൽ അവൻ വിശ്വസ്തനാണ്, വചനം പഠിക്കുന്ന കാര്യത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിലും അവൻ വിശ്വസ്തനാണ്. ഇവന് വചനമൊന്നും അറിയാതെ ഇവൻ മടിയനായി നടക്കുന്നുവെങ്കിൽ ഇവൻ ഫിലിപ്പിയിലെത്തിയാൽ അവിടെയുള്ള വിശ്വാസികൾക്ക് എന്താ അവൻ പഠിപ്പിച്ചു കൊടുക്കുക? അതുകൊണ്ട് വചനം അറിയുന്ന വിശ്വസ്തനായ ഒരുവനെ മാത്രമേ ഈ ഫിലിപ്പിയ സഭയിലേക്ക് അയക്കുവാൻ പൗലോസിന് സാധ്യമാവുകയുള്ളൂ. നമ്മളിൽ പലരെയും ദൈവം ഉപയോഗിക്കുന്നില്ല. എന്താ കാരണം? ബലഹീനതയുടെ കാര്യമല്ല, നമ്മൾ പലപ്പോഴും മടിയന്മാരാണ്, നമ്മൾ പലപ്പോഴും പലതിൽ അവിശ്വസ്തന്മാരാണ്. അതുകൊണ്ടാണ് ചില പ്രത്യേക മേഖലകളിൽ ദൈവം നമ്മെ എടുത്തുപയോഗിക്കാത്തത്. കാരണം അതിന് യോഗ്യന്മാരെ കിട്ടിയാലേ ദൈവം ആ പോസ്റ്റിൽ നിയമിക്കുകയുള്ളൂ. പൗലോസ് നോക്കി ഈ പോസ്റ്റിൽ ആരെ നിയമിക്കണം? ഫിലിപ്പിയ സഭയിലേക്ക് ഒരു വിശ്വസ്തനെ അയക്കണം. പല വിശ്വാസികളുടെ ചിത്രങ്ങൾ തൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഓരോരുത്തരെയും തള്ളി ഇന്ന വ്യക്തിയെ പറ്റില്ല, അവൻ സ്വന്തം കാര്യം നോക്കുന്നവനാണ്, അവൻ്റെ ലക്ഷ്യം ഭൗമിക കാര്യങ്ങളാണ്, ഉയർന്ന കാര്യങ്ങളല്ല, ഉയരത്തിലെ കാര്യങ്ങളല്ല. ഇപ്പോൾ മനസ്സിലായി തിമോത്തിയോസിനെ മാത്രമേ അയക്കാൻ പറ്റൂ. മാത്രമല്ല ഈ തിമോത്തിയോസിന് അന്നത്തെ എല്ലാ സഭകളിലും നല്ല പേരുണ്ടായിരുന്നു. എല്ലാ വിശ്വാസികളിൽ നിന്നും സത്പേര് സമ്പാദിച്ച നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു ഈ തിമോത്തിയോസ്. ഈ തിമോത്തിയോസിനെ ഫിലിപ്പിയ സഭയിലേക്ക് മാത്രമല്ല കൊരിന്ത്യ സഭയിലേക്കും തെസലോനിക്ക സഭയിലേക്കും ഒക്കെ അയച്ചിട്ടുണ്ട്. കാരണം അയക്കാൻ കൊള്ളാകുന്ന ഒരുവനുണ്ടെങ്കിൽ ആരാണ്? തിമോത്തിയോസാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:1-2 അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായ തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു.
അവൻ്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ ആയിരുന്നു. 1 കൊരിന്ത്യർ 4:17 ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. പൗലോസ് പല കാര്യങ്ങൾ, ആത്മീയ പാഠങ്ങൾ തിമോത്തിയോസിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒട്ടും മായം ചേർക്കാതെ തിമോത്തിയോസാണ് മറ്റു സഭകളിൽ അത് പഠിപ്പിക്കുക. പൗലോസ് തിമോത്തിയോസിനെ വലിയൊരു സഹായിയായിട്ടാണ് കണ്ടത്. എല്ലാ സഭകളിലേക്കും ഈ പൗലോസിനെ ഓടിയെത്തുവാൻ സാധ്യമല്ല. ദുരുപദേശം വ്യാപിച്ച സഭകളെ യഥാർത്ഥ ഉപദേശത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഒരു വിശ്വസ്തനെ ലഭിക്കണം. അതാരാണ്? തിമോത്തിയോസ്. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കും. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ എല്ലാ സഭാവിശ്വാസികളും സ്വന്തം കാര്യം നോക്കുന്നു എന്നല്ല അർത്ഥം. സ്വന്തം കാര്യം നോക്കാതെ കർത്താവിൻ്റെ കാര്യം നോക്കിയ ധാരാളം വിശ്വാസികൾ അന്നുണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ പൗലോസിൻ്റെ അടുത്ത് വന്നുപെട്ട വിശ്വാസികളെ പരിശോധിച്ചപ്പോൾ എന്താ മനസ്സിലായത്? ഇവരൊക്കെ സ്വന്തം കാര്യം നോക്കുന്നവരാണ്. നമ്മുടെ സഭയിൽ കർത്താവ് വന്ന് നമ്മളെ ഓരോരുത്തരെയും പരിശോധിച്ചാൽ എന്തായിരിക്കും നമ്മളെക്കുറിച്ച് പറയുക? ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്നവരാണെന്ന് കർത്താവ് പറയും, അതോ സ്വന്തം കാര്യം നോക്കുന്നവരാണെന്നാണോ കർത്താവ് പറയുക? സ്വന്തം കാര്യം നോക്കാതെ കർത്താവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. സ്വന്തം കാര്യം നോക്കാതെ കർത്താവിൻ്റെ കാര്യം നോക്കിയ തിമോത്തിയോസിനെ തടവിൽ കിടക്കേണ്ടതായിട്ട് വന്നു. എബ്രായലേഖനത്തിൽ അത് പറയുന്നു, തിമോത്തിയോസ് തടവിൽ കിടന്നു. ആരൊക്കെ സ്വന്തം കാര്യം നോക്കാതെ കർത്താവിൻ്റെ കാര്യം നോക്കുന്നു അവർക്കൊക്കെ എന്തെങ്കിലും പീഡനമോ ഉപദ്രവമോ ഒക്കെ ഉണ്ടാകും. ലോകം പഠിപ്പിക്കുന്നത് സുഖകരമായൊരു ജീവിതം, ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നുമില്ലാത്തൊരു ജീവിതം. എബ്രായലേഖനം 13:23 സഹോദരനായ തിമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്നറിവിൻ. ഈ വാക്യം വായിച്ചത് തിമോത്തിയോസ് തടവിൽ കിടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ ഈ ലോകത്ത് മനുഷ്യനായി വന്ന് തൻ്റെ സേവനം തുടങ്ങിയപ്പോൾ സ്വാർത്ഥമതികളായ സ്വന്തം കാര്യം അന്വേഷിക്കുന്ന ധാരാളം പേരെ കണ്ടിട്ടില്ലേ? എന്നെ അനുഗമിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ചിലരെന്താ പറഞ്ഞത്? അപ്പൻ മരിച്ചുപോയി, അപ്പനെ കുഴിച്ചിടട്ടെ. എന്തെല്ലാം ഒഴികഴിവുകളാണ് അവർ പറഞ്ഞത്. കാരണം അവർക്ക് മീ ഫസ്റ്റ്, എൻ്റെ കാര്യം ആദ്യം, അതിനുശേഷം ദൈവകാര്യം, അതായിരുന്നു. ഇന്നും ഇങ്ങനെയുള്ള ധാരാളം വിശ്വാസികളെ കാണാൻ സാധിക്കും. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, ഇതാണ് ആദ്യം. ആ കാര്യങ്ങൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഉദാഹരണം പറയാം, ഒരു സൺഡേ ആരാധനയ്ക്ക് പോയില്ലെങ്കിലും ഒരു കുഴപ്പം വരില്ല. പക്ഷേ ഒരു മൺഡേ ഓഫീസിൽ പോയില്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:57 മുതൽ അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെ കർത്താവിനെ അനുഗമിച്ചതായി താഴെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവൻ വിചാരിച്ചത് ക്രിസ്തുവിനെ അനുഗമിച്ചാൽ നല്ല വീട്, കിടന്നുറങ്ങാൻ നല്ല പാർപ്പിടം, ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സൊക്കെ വാഗ്ദത്തം ചെയ്യുന്നത് പോലെ നല്ല നല്ല കാര്യങ്ങൾ കിട്ടുമെന്ന് കരുതി. പക്ഷേ കർത്താവ് പറഞ്ഞത് എന്താ? എൻ്റെ അവസ്ഥ ഇതാണ് മോനെ. പക്ഷേ കർത്താവ് തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ ഇവൻ പിന്നെ അനുഗമിച്ചില്ല. വീണ്ടും വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അനുഗമിക്കില്ല എന്ന് പറഞ്ഞില്ല. ആദ്യം എൻ്റെ ചില കാര്യങ്ങളുണ്ട്, അത് നിറവേറ്റി ഞാൻ അനുഗമിക്കാം. അപ്പനെ കുഴിച്ചിടാൻ പോയാൽ പിന്നെ അവന് വീട്ടിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കാണും. പ്രിയമുള്ളവരെ, ആദ്യം എൻ്റെ കാര്യം, ആ ഒരു ചിന്തയുണ്ടെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സാധ്യമല്ല. വീണ്ടും താഴെ അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് പോയി അവരോട് ഒന്ന് യാത്ര ചോദിക്കണം, അതൊരു നല്ല കാര്യമല്ലേ? വീട്ടിലേക്ക് യാത്ര ചോദിക്കാൻ പോയാൽ വീട്ടുകാരെന്ത് പറയും? ഒരിക്കലും ക്രിസ്തുവിനെ അനുഗമിക്കാൻ പോകരുത് എന്ന് മാത്രമേ പറയുകയുള്ളൂ. ആദ്യം എൻ്റെ കാര്യം എന്നുള്ള മനോഭാവത്തിൽ നിന്ന്
നാം എല്ലാവരും രക്ഷപ്പെടണം. ആദ്യം എൻ്റെ കാര്യം എന്നുള്ളൊരു ചിന്ത വന്നാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുവാനോ ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ അനുഗമിക്കാനോ സാധ്യമല്ല. എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്നില്ല. ഇന്നും ഭൂരിപക്ഷം പേർ ഒരുപക്ഷെ സ്വന്തം കാര്യം നോക്കുന്നവരാകാം. എന്നാൽ നമ്മൾ ഓരോരുത്തരോടും കർത്താവ് വ്യക്തമായി പറയുന്നത്, നീ എൻ്റെ കാര്യം നോക്കണം, നിൻ്റെ കാര്യമല്ല നോക്കേണ്ടത് എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ അനുഗമിക്കാൻ സാധിക്കൂ. ലോകത്തിലെ മനുഷ്യർ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അവൻ്റെ ഭാര്യ, അവൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ, അവൻ്റെ വീട്, വസ്തുവകൾ, മാതാപിതാക്കൾ. ഇതാണ് അവന് ഒന്നാം സ്ഥാനം. കർത്താവ് പറയുകയാണ്, എന്നേക്കാൾ ഉപരിയായിട്ട് മാതാവിനെയോ പിതാവിനെയോ വസ്തുവകളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പ്രിയപ്പെടുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ യോഗ്യനല്ല. ഇവിടെ തിമോത്തിയോസ് യോഗ്യത പ്രാപിച്ചു. തിമോത്തിയോസിൻ്റെ യോഗ്യത എന്താ? അവൻ സ്വന്തം കാര്യം നോക്കിയില്ല, ക്രിസ്തുവിൻ്റെ കാര്യം നോക്കി. നമ്മളെപ്പോഴാണ് ഡിസ്ക്വാളിഫൈഡ് ആയി പോവുക? ദൈവത്തിൻ്റെ വേലയ്ക്ക് നമ്മൾ എപ്പോൾ അയോഗ്യരായി മാറും? നാം എപ്പോൾ സ്വന്തം കാര്യം അന്വേഷിക്കുന്നു, അപ്പോൾ ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ അയോഗ്യരായി. നമ്മളെപ്പോഴും പാസ്റ്ററോ പ്രസംഗികളോ ഇവാഞ്ചലിസ്റ്റോ ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ടാകും. ദൈവം എപ്പോഴേ തള്ളി, ഇവൻ സ്വന്തം കാര്യം നോക്കുന്നവനല്ലേ. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ടാകും, നോ പ്രോബ്ലം. പക്ഷെ ദൈവത്താൽ അംഗീകാരം കിട്ടുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ദൈവദാസനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മനുഷ്യരാലുള്ള അംഗീകാരമല്ല, അതിന് ഒരു വില കൊടുക്കാതെ പറ്റില്ല. സ്വന്തം കാര്യം നോക്കുന്നവർക്ക് ദൈവത്താലുള്ള അംഗീകാരം ഒരിക്കലും കിട്ടുകയില്ല. ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്നവർക്ക് മാത്രം. ഈ ആദിമസഭ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? സ്വന്തം കാര്യം നോക്കുന്നവരായിരുന്നില്ല, ആണോ? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, പത്രോസ് വലിയ പ്രസംഗം നടത്തി, മാനസാന്തരപ്പെട്ടു. സഭയുടെ തുടക്കത്തിൽ പേഴ്സണൽ പ്രോപ്പർട്ടി എന്നുള്ള സങ്കല്പം പോലും ആരെങ്കിലും തള്ളിക്കളഞ്ഞു. വിശ്വസിച്ചവരൊക്കെ അവരുടെ വസ്തുവകകൾ പൊതുവായിട്ട് കരുതി. ആരും സ്വന്തമായിട്ട് ഒന്നും എടുത്തില്ല, എല്ലാം അവർ തുല്യമായി വീതിച്ചെടുത്തു. കാരണം അന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്രമാത്രം വലുതായിരുന്നു, ഇവർക്ക് അത്രമാത്രം സമർപ്പണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്, എൻ്റെ പണം എന്ന് ആരും പറഞ്ഞില്ല, എല്ലാം തുല്യമായി വീതിച്ചെടുത്തു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് അനന്യാസ്, സഫീറമാരൊക്കെ സഭയിൽ വന്നത്. അവർ കൃത്രിമത്വം കാണിക്കാൻ തുടങ്ങി സാമ്പത്തിക കാര്യത്തിൽ. പിന്നെ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോഴോ അനന്യാസ്മാരുടെ എണ്ണം വർദ്ധിച്ചു. തുടക്കത്തിൽ ശുദ്ധമായിരുന്നു ദൈവസഭ, സ്വന്തം കാര്യം നോക്കുന്നവരല്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്വന്തം കാര്യം നോക്കുന്നവർ പെരുകി. അപ്പോൾ പൗലോസ് കണ്ണീരോടെ എഴുതുകയാണ്, ക്രിസ്തുവിൻ്റെ കാര്യമല്ല എല്ലാവരും നോക്കുന്നത്, അവനവൻ്റെ കാര്യമാണ്. ഈ പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ ഉത്ഭവിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തം സുഖം, സ്വന്തം നേട്ടം, സ്വന്തം താല്പര്യം, ഈ അടിത്തറയിൽ നിന്നാണ് എല്ലാ പ്രോസ്പെരിറ്റി തിയോളജി എല്ലാം ഉണ്ടായത്. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു, സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമിയും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഇതായിരുന്നു ആദ്യത്തെ അവസ്ഥ. പിന്നീടാണ് സ്വന്തം എന്ന് പറയാൻ തുടങ്ങിയത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് സ്വന്തം കാര്യം നോക്കിയിട്ടല്ല. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസന്റെ രൂപം ധരിച്ചു, കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. ഈ 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ 5-ാം വാക്യത്തിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ അന്നത്തെ ദൈവസഭയിലെ വിശ്വാസികളുടെ കാര്യം നോക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നവരാണ്, ക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ളവരല്ല. ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടെങ്കിൽ ആരെങ്കിലും സ്വന്തം കാര്യം നോക്കുമോ? കർത്താവായ യേശുക്രിസ്തു സ്വന്തം കാര്യം നോക്കിയില്ല, മറ്റുള്ളവരുടെ കാര്യം നോക്കി, നമ്മുടെ കാര്യം നോക്കി. അതുകൊണ്ട് ഈ ദുരിതം നിറഞ്ഞ ലോകത്തിലേക്ക് വന്നു, പങ്കപ്പാടുകൾ ഏറ്റു. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. മത്തായി 20:28, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുപടിയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഫിലിപ്പിയ ലേഖനം 2:4 പൗലോസ് പ്രകാരം പറഞ്ഞല്ലോ, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ആദിമസഭയിലും
മറ്റുള്ളവൻ്റെ കാര്യം അന്വേഷിക്കുന്ന വിശ്വാസികളുണ്ടായിരുന്നു. കഷ്ടത എന്ന കഠിനശോധനയിൽ കടന്നുപോയിട്ടും മറ്റ് വിശ്വാസികളെ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറുള്ള പല വിശ്വാസികൾ അന്നുണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 8:1 മുതൽ, സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിനശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. നമുക്ക് പരിശോധിക്കാം. കർത്താവേ, ഞാൻ അങ്ങയുടെ കാര്യമാണോ ആദ്യം അന്വേഷിക്കുന്നത്, അതോ എൻ്റെ കാര്യങ്ങളോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയായിട്ട് പറയാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ആദ്യം എൻ്റെ കാര്യം എന്ന ചിന്ത എന്നെ ഭരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കർത്താവേ, അങ്ങയുടെ കാര്യമല്ല ഞങ്ങൾ അന്വേഷിച്ചിട്ടുള്ളത്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റി തരുവാൻ അങ്ങയെ നിർബന്ധിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇന്നു മുതൽ ഞങ്ങൾ സ്വന്തം കാര്യങ്ങൾ അന്വേഷിക്കാതെ അങ്ങയുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കും. അതിനായിട്ടുള്ള ദൈവകൃപയും പരിശുദ്ധാത്മശക്തിയും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ സ്വന്തം സുഖം നോക്കാതെ, ഞങ്ങളുടെ സ്വന്തം സ്ഥാനം, മാനം, നേട്ടം ഇവയ്ക്ക് വേണ്ടി പോരാടാതെ ക്രിസ്തുവിന് വേണ്ടി, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഫിലിപ്പിയ ലേഖനം 2:21 യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ധാരാളം വിശ്വാസികളുമായി അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം താൻ കണ്ടെത്തിയ ഒരു കൺക്ലൂഷനാണ്, എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല. 1-ാം നൂറ്റാണ്ടിൽ തന്നെ സ്വന്തം കാര്യം നോക്കുവാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരുണ്ടായിരുന്നു. ആദിമസഭയിൽ എല്ലാ വിശ്വാസികളും സ്വന്തം കാര്യം നോക്കുന്നവരല്ല. പൗലോസ് സ്വന്തം കാര്യം നോക്കിയവനായിരുന്നില്ല. തിമോത്തിയോസ് സ്വന്തം കാര്യം നോക്കിയവനായിരുന്നില്ല. അടുത്ത ചില വാക്യങ്ങളിൽ താഴെ എഴുതിയിരിക്കുന്ന എപ്പഫ്രോദിത്തോസും സ്വന്തം കാര്യം നോക്കിയവനായിരുന്നില്ല. എങ്കിലും പൊതുവെ പറയുമ്പോൾ എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നവരാണ്. ഇന്നത്തെ ക്രിസ്തീയ ഗോളം നോക്കിയാലും ഈ വാക്യം വളരെ പ്രസക്തമാണ്. ഇന്ന് പല കൺവെൻഷനുകളും നടക്കുന്നു, നല്ല കാര്യം. അവിടെയെല്ലാം സ്വന്തം കാര്യം നേടിയെടുക്കുവാൻ ക്രിസ്തുവിനെ ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം, ആ കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുകയല്ല, സ്വന്തം കാര്യം, സ്വന്തം ബുദ്ധിമുട്ടുകൾ, സ്വന്തം വേവലാതികൾ, സ്വന്തം പ്രശ്നങ്ങൾക്ക് ഏത് രീതിയിൽ പരിഹാരം ലഭിക്കണം, അങ്ങനെ ഒരു മനോഭാവം ഇന്ന് പല ക്രിസ്ത്യാനികളിൽ വർദ്ധിക്കുന്നു. ഇത് ആദിമ നൂറ്റാണ്ടിലുമുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നു, എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്, ക്രിസ്തുവിൻ്റെ കാര്യമല്ല നോക്കുന്നത്. നമ്മളെ നോക്കി പൗലോസിന് എന്ത് പറയാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, ഈ സ്വന്തം കാര്യം നോക്കുക എന്നുള്ള പ്രവണത കുഞ്ഞിലേ തന്നെ സകല മനുഷ്യർക്കുള്ളതാണ്. ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് കരുതുക. ഒരു കുഞ്ഞിനെ അപ്പനും അമ്മയും കൂടുതൽ ലാളിച്ചാൽ മറ്റേ കുഞ്ഞിന് അസൂയയായി കരയാൻ തുടങ്ങും. എൻ്റെ കാര്യം, ആ സ്വാർത്ഥത മുളയിലേ തന്നെ മനുഷ്യനിൽ ഉണ്ട്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ഇതിന് തികച്ചും വ്യത്യാസം വരണം. നാം രക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ സ്വന്തം കാര്യം നോക്കുന്നു, അങ്ങനെ പോവുകയാണെങ്കിൽ അതൊരു വിരോധാഭാസമല്ല. കാരണം രക്ഷിക്കപ്പെടാത്ത മനുഷ്യന് എൻ്റെ കാര്യം അതിനുവേണ്ടി അവൻ പ്രാർത്ഥിക്കും, പലതും ചെയ്യും. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ പുതിയതാണ്, പഴയത് കഴിഞ്ഞു പോയി. നാം പുതിയ സൃഷ്ടിയാണെങ്കിൽ പഴയ താല്പര്യങ്ങൾ, പഴയ സ്വാർത്ഥത, പഴയ ലക്ഷ്യങ്ങളെല്ലാം പോയവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള വിശ്വാസികളിൽ ഇതാ ഈ സ്വാർത്ഥത എവിടെ നിന്ന് വന്നു? അതാണ് പൗലോസിന് സങ്കടം. പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടവർ സ്വന്തം കാര്യം നോക്കാൻ തിരിഞ്ഞപ്പോൾ പൗലോസ് സങ്കടത്തോടെ രേഖപ്പെടുത്തുകയാണ്, എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്, ക്രിസ്തുവിൻ്റെ കാര്യം അല്ല. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുവാൻ സാധിക്കുക? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം ദൈവരാജ്യവും ദൈവനീതിയുമാണ് അന്വേഷിക്കേണ്ടത്. എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുകയല്ല, മറിച്ച് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ കർത്താവിന് മഹത്വം കിട്ടണം. ആ ഒരു ലക്ഷ്യമുള്ള വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ക്രിസ്തുവിൽ നിന്ന് ചില കാര്യങ്ങൾ നേടിയെടുത്ത് നരകത്തിൽ പോയിട്ട് എന്താ കാര്യം?
യേശു ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുവാൻ നിയമിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ നാം പറയാതെ തന്നെ നമ്മുടെ കാര്യം കർത്താവ് നോക്കും. കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, എന്നേക്കാൾ ഉപരിയായി അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. ഇതൊരു അടിസ്ഥാന യോഗ്യതയാണ്, ക്വാളിറ്റി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 തൊട്ട് 38 വരെ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. കാരണം മനുഷ്യർക്ക് സ്വതവേ സ്വന്തം കാര്യം നോക്കുന്ന പ്രവണതയുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ സുഖജീവിതം. ഈ ഒരു ആഗ്രഹം ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നവർക്ക് ക്രിസ്തുവിനെ വേണ്ടും വിധം അനുഗമിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിൽ നിന്ന് ചില ഭൗതിക അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയെന്ന് വരാം, പക്ഷേ ക്രിസ്തുവിന് ശിഷ്യനാകുവാൻ സാധ്യമല്ല. ഒരിക്കലൊരു പ്രമാണി കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് വന്നു. വിശുദ്ധനായ മനുഷ്യനാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കും, വ്യഭിചരിക്കുകയില്ല, കൊലപാതകം നടത്തുകയില്ല, ശുദ്ധനായൊരു മനുഷ്യൻ. പക്ഷേ ഇവൻ കർത്താവിൻ്റെ അരികിലേക്ക് വന്നതും എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഇവന് പണം വേണ്ട, പ്രശസ്തി വേണ്ട, ഇവനിതെല്ലാം ഉണ്ട്. ഇവൻ നിത്യജീവൻ അന്വേഷിച്ചിട്ടാണ് വന്നത്. നിത്യജീവൻ അന്വേഷിച്ച് കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് ചുരുക്കം പേരെ വന്നിട്ടുള്ളൂ. പലരും രോഗസൗഖ്യത്തിനും ഭൂതത്തിൽ നിന്ന് വിടുതലിനും വന്നിട്ടുണ്ട്. പക്ഷേ ഒരുവൻ നിത്യജീവൻ അന്വേഷിച്ച ഒരു വിശുദ്ധനായ മനുഷ്യനാണ് വന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിന്റെ വസ്തു നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, അതിനുശേഷം എന്നെ വന്ന് അനുഗമിക്കണം. ഇത് കേട്ടപ്പോൾ ഇവന് വലിയ സങ്കടമായി. കാരണം ഇവന് മഹാസമ്പത്തുണ്ടായിരുന്നു. അവന് നിത്യജീവനും വേണം, സ്വന്തം കാര്യം നോക്കുകയും വേണം. നിത്യജീവനും വേണം, ഈ വലിയ സമ്പത്തൊന്നും നഷ്ടപ്പെടാനും പാടില്ല. കർത്താവ് പറഞ്ഞു, ഇത് രണ്ടും ഒരുമിച്ച് നടക്കുകയില്ല. നിനക്ക് എന്നെ അനുഗമിച്ച് നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ നീ എന്താണോ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നത് അത് ബലിയർപ്പിക്കണം. പ്രിയമുള്ളവരെ, സ്വന്തം കാര്യം നോക്കുന്നവർക്ക് എങ്ങനെ ക്രിസ്തുവിൻ്റെ കാര്യം നോക്കാൻ സാധിക്കും? നമുക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പാപമാണോ? നമുക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക, വലിയ വീട് എനിക്ക് വേണം, ധനസമൃദ്ധി എനിക്ക് വേണം, എനിക്ക് വലിയ സുഖസൗകര്യങ്ങൾ വേണം, ഒരു ആഡംബര ജീവിതം എനിക്ക് വേണം, എനിക്കായി വലിയ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് പാപമാണോ? ദൈവത്തിൻ്റെ വചനം അത് വിലക്കിയിട്ടുണ്ടോ? യെരമ്യാ 45:5, എന്നാൽ നീ നിനക്കായി വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കരുത്, അതൊരു കൽപ്പനയാണ്. നിനക്കായി നീ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. നീ ആരുടെ കാര്യം നോക്കണം? ക്രിസ്തുവിൻ്റെ കാര്യം നോക്കണം. ക്രിസ്തുവിൻ്റെ കാര്യം നോക്കാതെ നാം നമുക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊരു പാപമാണ്. അനേകരും ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു കാര്യനിമിത്തമാണ്. അവർക്കായി വലിയ കാര്യങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ, അവരുടെ സുഖകരമായ കുടുംബജീവിതം, അവരുടെ സുഖകരമായ മറ്റു കാര്യങ്ങൾ, ഇതിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് അവർ ദൈവകൃപയിൽ നിന്ന് എന്നോ ചോർന്നു പോയി. നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. പിന്നെ എന്താ നീ ചെയ്യേണ്ടത്? നീ ക്രിസ്തുവിൻ്റെ കാര്യമാണ് അന്വേഷിക്കേണ്ടത്. എനിക്ക് എന്ത് ലാഭം കിട്ടുമെന്നല്ല, ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ഞാൻ വ്യാപൃതനാകും. ദൈവരാജ്യത്തിൻ്റെ വ്യാപൃതിക്ക് വേണ്ടി ഞാൻ ചിലത് പ്രവർത്തിക്കും. എനിക്കെന്തെങ്കിലും നേട്ടം അങ്ങ് കൂട്ടി ഞാനിങ്ങനെ ഭയങ്കര പണക്കാരനായി ഒടുവിൽ മരിച്ച് നരകത്തിൽ പോവുകയല്ല എൻ്റെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ചിന്തിക്കും, ഒരുപക്ഷേ ഞാൻ എൻ്റെ കാര്യം നോക്കാതെ ക്രിസ്തുവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ ഞാനൊരു ഭോഷനായി തീരുകയില്ലേ? എൻ്റെ ഒപ്പമുള്ളവർ ഇതാ ഈ ലോകത്തിലെ പല നേട്ടങ്ങളും വാരിക്കൂട്ടുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ കാര്യം മാത്രം നോക്കി ഇവിടെ ജീവിച്ചാൽ ഞാനൊരു ഭോഷനായി മാറുകയില്ലേ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ക്രിസ്തുവിൻ്റെ കാര്യം നോക്കിയാൽ അതിന് നിത്യമായ പ്രതിഫലം ക്രിസ്തു നമുക്ക് തരും. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും. ഇവിടെ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയാലും സ്വന്തം കാര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ചിലതൊക്കെ നേടിപ്പിടിച്ചാലും 70 വർഷം 80 വർഷം എല്ലാം നഷ്ടമാകും. സ്വന്തം കാര്യം നോക്കാതെ ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്ന ഏവരോട് അന്ത്യനാളിൽ പറയും, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 23-ാം വാക്യം, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ കാര്യം നോക്കിയാൽ ക്രിസ്തു അവർക്ക് എന്തെല്ലാം പ്രതിഫലം
കൊടുക്കുമെന്ന് വ്യക്തമായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15:58. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ട്രാക്ട് കൊടുത്താൽ, വ്യക്തിപരമായ സുവിശേഷം പറഞ്ഞാൽ, ഭവന സന്ദർശനം നടത്തിയാൽ, കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകുവാൻ എന്തെങ്കിലും ചെലവാക്കിയാൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഈ വേല ചെയ്യുന്നവർ അതിൽ കൂടുതൽ വ്യാപൃതരാകണം. മറ്റുള്ളവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയാലും ദൈവത്തിൻ്റെ വചനം നിങ്ങളെപ്പോഴും പ്രോത്സാഹിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കൊളോസ്യർ 3:24, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. ഇവിടെ സുവിശേഷ വേല ചെയ്താൽ ഈ ലോകത്തിലെ മനുഷ്യർ നമുക്ക് കാര്യമായിട്ടൊന്നും തന്നു എന്ന് വരികയില്ല. അത് നമ്മൾ ലക്ഷ്യമാക്കരുത്. മറിച്ച് അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. ഒരു സംഘടനയല്ല സേവിക്കേണ്ടത്, കർത്താവായ ക്രിസ്തുവിനെ തന്നെ സേവിപ്പിൻ. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ മറന്നുപോയി എന്ന് വരാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ശിഷ്യരെന്ന് കരുതി ഒരു ഗ്ലാസ് വെള്ളം നൽകിയാൽ പ്രതിഫലമുണ്ട്. നമ്മളത് മറക്കാം, പക്ഷേ ദൈവം അത് മറക്കുകയില്ല. അതിന് പോലും പ്രതിഫലമുണ്ട്. അങ്ങനെ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ സ്വന്തം കാര്യം നോക്കുന്നത്? എബ്രായ ലേഖനം 6:10, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. യേശു ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുക. ക്രിസ്തു എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഭൂലോകത്തെല്ലായിടത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ക്രിസ്തുവിൻ്റെ വചനം നാം പറയുമ്പോൾ ഒരാത്മാവ് രക്ഷിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? മുഴു ലോകത്തേക്കാളും വിലയുള്ളതാണ് ഒരു മനുഷ്യാത്മാവ്. നെപ്പോളിയൻ രാജ്യങ്ങൾ കീഴടക്കിയിട്ടുണ്ട്, അലക്സാണ്ടർ രാജ്യങ്ങളെ കീഴടക്കിയിട്ടുണ്ട്. അവർ ചക്രവർത്തിമാരായിരുന്നു. എന്നാൽ ലോകത്തിലെ ചക്രവർത്തിമാർ രാജ്യങ്ങളെ കീഴടക്കുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ് ഒരു പാവപ്പെട്ട സുവിശേഷകൻ ഒരാത്മാവിനോട് സുവിശേഷം പറഞ്ഞ് ആ ആത്മാവിനെ രക്ഷയിലേക്ക് നടത്തുക എന്നുള്ളത്. എന്താ കാരണം? ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളെക്കാളും അതിലെ നിക്ഷേപങ്ങളെക്കാളും ഒരു മനുഷ്യാത്മാവിന് വിലയുണ്ട്. അതുകൊണ്ട് നാം സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്ന ആ ശ്രമത്തിൽ ഒരാത്മാവ് രക്ഷയിലേക്ക് വന്നാൽ ഈ ലോകത്തിലെ സകല രാജാക്കന്മാരും സകല രാജ്യങ്ങളെയും കീഴടക്കിയപ്പോൾ അവർ ചെയ്ത ആ പ്രവൃത്തിയേക്കാളും വലിയ പ്രവൃത്തിയാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകണം, നിങ്ങൾ വലിയ മാളിക വയ്ക്കണമെന്നും നിങ്ങൾ 100 ഏക്കർ ഭൂമി സ്വന്തമാക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത്. കാരണം അതിനേക്കാളും വിലയുണ്ട് ഒരു മനുഷ്യാത്മാവിന്. നിങ്ങൾ രാജ്യങ്ങൾ കീഴടക്കി രാജാക്കന്മാരായി ഭരിക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകണം. നിങ്ങൾ ഭൂലോകത്തെ എല്ലായിടത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇവിടെ ഇരിക്കുന്ന പലരും ട്രാക്ട് കൊടുക്കുന്നുണ്ട്. ആരും പ്രോത്സാഹിപ്പിക്കാനില്ലെങ്കിലും ആരും കരുതാനില്ലെങ്കിലും ഭവനങ്ങളിൽ പോയി സുവിശേഷം പറയുന്നവർ ഇവിടെയുണ്ട്. ഒരാളും നിങ്ങൾക്ക് പ്രോത്സാഹനം തന്നില്ലെങ്കിലും ഈ രാജാക്കന്മാർ ചെയ്ത കാര്യങ്ങളെക്കാൾ വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. മനുഷ്യരെ പിടിക്കുക എന്നുള്ളതാണ് ഒരാത്മാവിനെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ വേണ്ട സാഹചര്യങ്ങൾ നാം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ കാര്യം. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സുവിശേഷം അറിയിക്കുവിൻ, മനുഷ്യരെ പിടിക്കുന്നവരാകുവിൻ. പക്ഷെ അതിന് പലർക്കും സമയമില്ല. ഭാര്യയുടെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, 10 കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, അതിനുവേണ്ടി നെട്ടോട്ടോടുകയാണ്. ഇതെല്ലാം കണ്ട് പൗലോസ് വേദനയോട് പറയുകയാണ്, എല്ലാവരും ക്രിസ്തുവിൻ്റെ കാര്യമല്ല നോക്കുന്നത്, സ്വന്തം കാര്യം. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കിയാൽ നാം ഇനി നമുക്ക് വേണ്ടി ജീവിക്കുകയില്ല. അത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വിശദമായി ചിന്തിച്ചു കഴിഞ്ഞു. ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കാതെ കർത്താവായ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം ധരിച്ചു, തന്നെത്താൻ ഒഴിച്ചു, കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി. എന്തിനു വേണ്ടി? നിത്യമായ നരകത്തിൽ ഞാനും നിങ്ങളും കിടക്കാതിരിക്കുവാൻ എല്ലാ പദവികളും ഉപേക്ഷിച്ച് ക്രിസ്തു വന്നു. ഈ സത്യം പൗലോസ് മനസ്സിലാക്കി. നാം മനസ്സിലാക്കിയ പോലെ തന്നെ ഈ സത്യം പൗലോസിൻ്റെ കാഴ്ചപ്പാട് മാറ്റി. പണ്ട് അക്രമിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. എന്നാൽ ആ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ ദർശനം ലഭിച്ചപ്പോൾ പൗലോസ് പിന്നെ പൗലോസിന് വേണ്ടി ജീവിച്ചില്ല, കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചു. ഇതുപോലൊരു റാഡിക്കൽ ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ?
എത്രയോ ഇപ്പോഴും നമ്മൾ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും, ജോലിയിലെ പ്രശ്നം, ഭാര്യയ്ക്ക് പ്രശ്നം, വീട്ടിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇങ്ങനെ സ്വന്തം ദുഃഖങ്ങളിലേക്ക് തിരിഞ്ഞ് നമ്മൾ നിഷ്പ്രയോജനദാസന്മാരായി തീരുകയാണോ എന്നാണ് സംശയം. പൗലോസിലൊക്കെ വന്ന മാറ്റം എത്ര തീവ്രതയുള്ളൊരു മാറ്റം. പിന്നെ പഴയതിലേക്ക് തിരിഞ്ഞേയില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത് നാം ഇവിടെ അന്യരാണ്, നാം പരദേശികളാണ്, നാം സ്വർഗീയ പൗരന്മാരാണ്, നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല, ഉയരത്തിലുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഞാനൊരു പരദേശിയാണ് ഇവിടെ, ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഞാനിവിടെ എൻ്റെ കാര്യം നോക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല, നിയമിക്കപ്പെട്ടവനല്ല. ഒരുവനെല്ലാവർക്കും വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഇനി ജീവനോടെ ഇരിക്കുന്നവരാരും അവർക്ക് വേണ്ടി ജീവിക്കാതെ അവർക്ക് വേണ്ടി മരിച്ചുയർത്തുവിന് വേണ്ടി ജീവിക്കണം. അതാണ് എൻ്റെ മേൽ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വം. ഞാൻ എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എങ്ങനെ മാറ്റാം, അതിനുവേണ്ടി ഏത് പ്രാർത്ഥനയിലേക്ക് പോകാം, ഏത് പ്രവാചകൻ്റെ അരികിലേക്ക് പോയാലാണ് എൻ്റെ കണ്ണീരൊന്ന് തോരുക, അങ്ങനെ നടക്കുന്നവനല്ല യഥാർത്ഥ ക്രിസ്ത്യാനി. അവൻ്റെ കാര്യമല്ല, അവൻ്റെ കാര്യം നോക്കുന്നവർക്ക് എന്നും പ്രവാചകന്മാർ വേണം, എന്നും പ്രാർത്ഥനാ സഹായം വേണം. അത് വേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. മനോഭാവം മാറിയിട്ടില്ല. എൻ്റെ പ്രശ്നം, എൻ്റെ കാര്യം. സ്വയകേന്ദ്രീകൃത ജീവിതം നയിക്കുന്നവർക്ക് എപ്പോഴും കണ്ണീരിന് മാത്രമേ സാധ്യത ഉണ്ടാവുകയുള്ളൂ. എന്നും പ്രശ്നമായിരിക്കും അവർക്ക്. എന്നാൽ ആര് ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്നുവോ അവൻ്റെ സ്വകാര്യ പ്രശ്നങ്ങളിലേക്ക് തിരിയാൻ സമയമില്ല. ആദ്യം ദൈവരാജ്യ നീതി അന്വേഷിക്കുന്നവൻ, അവന് വേണ്ടി ദൈവമാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ കാര്യം എനിക്ക് വേണ്ട പോലെ നിറവേറ്റാൻ സാധിക്കുന്നില്ല, കർത്താവ് എൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടികൾ വേണ്ട പോലെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നോർത്ത് എത്ര പേർക്ക് സങ്കടമുണ്ട്. എൻ്റെ സമയത്തിൻ്റെ വലിയ പങ്കും ഞാൻ എൻ്റെ സ്വന്തം കാര്യം അന്വേഷിക്കുകയാണല്ലോ, എൻ്റെ കർത്താവിൻ്റെ കാര്യം അന്വേഷിക്കുവാൻ എനിക്ക് സമയമില്ലല്ലോ എന്നോർത്ത് ആർക്കെങ്കിലും വേദന തോന്നാറുണ്ടോ? വേദന തോന്നില്ല. കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളാണ് കിടക്കുന്നത്. സാമ്പത്തിക പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, കുടുംബത്തിലെ പ്രശ്നം. ഇതെല്ലാം കണ്ട് പൗലോസ് സങ്കടത്തോടെ പറയുകയാണ്, എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്, ക്രിസ്തുവിൻ്റെ കാര്യമല്ല. നമ്മൾ ചിന്തിക്കുക, പലരും പ്രാർത്ഥിക്കാൻ പോകുന്നു, നല്ല കാര്യം, എന്തിനു വേണ്ടിയിട്ടാ? പലരും ഉപവസിക്കുന്നു, നല്ല കാര്യം, എന്തിനു വേണ്ടിയിട്ടാ? അവനവൻ്റെ പ്രശ്നങ്ങൾക്ക് വിടുതൽ കിട്ടണം, ഇതിനു വേണ്ടിയാണ് ഒരുപക്ഷെ 90% പ്രാർത്ഥനകളും പ്രസംഗങ്ങളൊക്കെ ഇന്ന് നടക്കുന്നത്. ക്രിസ്തുവിൻ്റെ കാര്യം നീ നോക്കണം, നീ സ്വന്തം കാര്യം നോക്കരുത് എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് ശക്തമായിട്ട് ഈ ദൂത് എത്ര പേര് പ്രസംഗിക്കും? നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയ്ക്കോ മറ്റോ പോയാൽ, മോനെ മോളെ നീ കണ്ണീരിലാണ്, ദുഃഖത്തിലാണ്, നിനക്ക് ആകെ സങ്കടമല്ലേ, ദൈവാത്മാവ് നിന്റെ വേദന കാണുന്നുണ്ട്, വെറുതെയല്ല ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നീ വന്നത്, ഇതാ നിന്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ബന്ധനങ്ങളും ഇപ്പം മാറും, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഇപ്പം നിനക്ക് വിടുതൽ കിട്ടും. ഇത് കേൾക്കുമ്പോൾ സ്വന്തം കാര്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളം തുടിച്ചു. എൻ്റെ കാര്യം ഇപ്പോൾ നടക്കും, ഈ പ്രവാചകനിലൂടെ, ഈ വിടുതൽ ശുശ്രൂഷയിലൂടെ എൻ്റെ കാര്യം ഇപ്പോൾ നടക്കും, ഞാൻ കോളടിക്കാൻ പോവുകയാണ്, ഭയങ്കര സ്തുതിയും സ്തോത്രം ഉയരുകയാണ്. ഇതല്ലേ ഇന്ന് നടക്കുന്നത്? ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അത് ശിരസാ വഹിച്ചവനാണ് പൗലോസ്. ആ പൗലോസിന് പറയാൻ സാധിച്ചു, ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതെ, ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇതിൽ കുറഞ്ഞതല്ല, ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ അടിമകളാക്കി, പ്രവാസികളാക്കി ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. ഇവർ ബാബേലിൽ എത്തിയിട്ടും ബാബേലിലെ കാര്യങ്ങളൊന്നല്ല ഇവരുടെ ചിന്താവിഷയം. ഇവർക്ക് യെരൂശലേമാണ് ചിന്താവിഷയം. അവിടെ കിടന്നുകൊണ്ട് അവർ യെരൂശലേമിനെയാണ് ഓർക്കുന്നത്. കാരണം ഇവർ അന്യദേശത്താണ്, സ്വന്തം ദേശം യെരൂശലേമാണ്. ബാബേലിൽ കിടക്കുമ്പോൾ ഇവരുടെ മനസ്സ് ബാബേലിൽ ഇല്ല. അവരെന്താ പറയുന്നത് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 137 5ഉം 6ഉം വാക്യങ്ങൾ. യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഇതിൽ നമ്മൾ പഠിക്കുന്ന ആത്മീയ പാഠം എന്താണ്? നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. ഇത് നമുക്കൊരു രീതിയിൽ ബാബേലാണ്. നമ്മുടെ യെരൂശലേം സ്വർഗീയ യെരൂശലേമാണ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യണം, ആ കാര്യങ്ങളുമാണ് നമ്മുടെ ഹൃദയത്തെ മഥിക്കേണ്ടത്.
എൻ്റെ കർത്താവിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എങ്കിൽ, എൻ്റെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു കൈയാണ് എനിക്കുള്ളതെങ്കിൽ ഈ കൈയിൻ്റെ ശേഷി നഷ്ടപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? എൻ്റെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത, സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടുന്ന ഒരു കാലാണ് എനിക്കുള്ളതെങ്കിൽ ഈ കാലിൻ്റെ പ്രവർത്തന ശേഷി നഷ്ടപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? എൻ്റെ കർത്താവിന് സുവിശേഷം പറയാൻ വേണ്ടി കർത്താവ് എനിക്ക് നാവ് തന്നു, എന്നാൽ ഇപ്പോൾ സുവിശേഷം പറയാതെ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ധൈര്യമുണ്ടോ? ആത്മാർത്ഥതയുണ്ടോ? നമ്മളെങ്ങനെയും രോഗസൗഖ്യം കിട്ടി കാര്യം നേടാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമോ? എങ്ങനെയെങ്കിലും ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാവ് അണ്ണാക്കോട് അങ്ങ് പറ്റിപ്പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? സങ്കീർത്തനങ്ങൾ 137-5, 6 വാക്യങ്ങൾ. യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നുപോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. എല്ലാവരും ക്രിസ്തുവിൻ്റെ കാര്യമാണോ നോക്കുന്നത്? ഇനി എല്ലാവരുടെ കാര്യം പോട്ടെ, ഞാൻ ആരുടെ കാര്യമാണ് നോക്കുന്നത്? ക്രിസ്തുവിൻ്റെ കാര്യം. ഞാൻ എന്തിനെക്കുറിച്ചാണ് വേവലാതിപ്പെടുന്നത്? എൻ്റെ ചിന്തയിൽ എനിക്ക് വേദന ഉളവാക്കുന്നത് ഏതൊക്കെ കാര്യമാണ്? ഇതാ സുവിശേഷം അറിയാതെ അനേകർ നശിക്കുന്നു, നിത്യനരകത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണോ എനിക്ക് വേവലാതി? അതോ എൻ്റെ കുടുംബ പ്രശ്നം, എൻ്റെ ജോലി പ്രശ്നം, എൻ്റെ ശരീരത്തിൽ അവിടെ വേദന, ഇവിടെ വേദന, അവിടെ നീർക്കെട്ട്, ഇതൊക്കെയാണോ എനിക്ക് ഏറ്റവും വലിയ വിഷമം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ എന്നൊന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, ഏറ്റുപറയാം. രക്തമൊലിക്കുന്ന ഇമ്മാനുവേലേ, അങ്ങയോടുള്ള ഡ്യൂട്ടികൾ എൻ്റെ കൈകൾ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ കൈയിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു പോകട്ടെ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എൻ്റെ നാവ് ചലിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. അങ്ങെനിക്ക് തന്ന ആരോഗ്യം അങ്ങേക്കായി മാറ്റിവെക്കുന്നില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടട്ടെ. കർത്താവേ, എൻ്റെ ജീവിത ലക്ഷ്യം അങ്ങാണ്, മറ്റൊരു ലക്ഷ്യവും എനിക്കില്ലാതാകട്ടെ. യേശുവേ, നിന്റെ നാമമഹത്വമാണ് എൻ്റെ ജീവിത ലക്ഷ്യം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 137-5, 6 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കുന്നു. യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച അന്ന് മുതൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ആരംഭിച്ചു. മരണം വരെ അത് തന്നെയായിരുന്നു തൻ്റെ ലക്ഷ്യം. ആ ശ്രമത്തിൽ നൽകിയ കല്ലേറ്, ഉപദ്രവങ്ങൾ, കഷ്ടത, നഷ്ടം, അപമാനം എല്ലാം ഏറ്റു. എല്ലാ സന്തോഷത്തോടെ സഹിച്ചു. മാത്രമല്ല, ധാരാളം സഭകൾ, ആ സഭകളെ വിശ്വാസത്തിൽ നിലനിർത്തണം, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ. ഇനി ചില വിശ്വാസികൾ തന്നെ പൗലോസിനെ തെറ്റിദ്ധരിച്ചു. പൗലോസ് വിശ്വാസികൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു, എന്നാൽ ചില വിശ്വാസികൾ പൗലോസിനെ അതുപോലെ സ്നേഹിച്ചില്ല, പൗലോസിനെ തെറ്റിദ്ധരിച്ചു. ഇതൊക്കെ അനുഭവിച്ചിട്ടും പൗലോസ് കർത്താവിന് വേണ്ടി നല്ല പോരാട്ടം പോരാടി തൻ്റെ ജീവിതത്തെ പാനീയാഗമാക്കി. പൗലോസ് ഒരിക്കലും സ്വന്തം കാര്യം അന്വേഷിച്ചില്ല. സ്വന്തം കാര്യം അന്വേഷിക്കാത്ത വ്യക്തിക്ക് മാത്രമേ നിങ്ങൾ സ്വന്തം കാര്യം അന്വേഷിക്കരുത് എന്ന് പ്രബോധിപ്പിക്കുവാനുള്ള ന്യായമായ റൈറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ എന്താ പറയുക, എങ്ങനെയും പിടിച്ചെടുക്കുക, അനുഗ്രഹം നോക്കുക, ഇതാണ് അനുഗ്രഹം വാങ്ങാനുള്ള സമയം, ഇതാണ് അനുഗ്രഹം, നിന്റെ അനുഗ്രഹം ഇപ്പോഴാണ് കിട്ടുക, ഈ സമയത്ത് പിടിച്ചെടുത്തില്ലെങ്കിൽ ഇപ്പം പോകും, വഴുതി പോകും എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. പാനീയയാഗമായി തന്നെ ക്രിസ്തുവിന് ഒഴുക്കി കളയുകയാണ്. ഇത് സ്വന്തം കാര്യം എങ്ങനെ നേടണം എന്നുള്ള ചിന്തയ്ക്ക് വളം വെച്ചു കൊടുക്കുകയല്ല, സ്വന്തം കാര്യം നേടണം എന്നുള്ള ചിന്തയെ ആണി അടിച്ച് അതിനെ തകർത്ത് ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുവാൻ നമ്മുടെ മനോഭാവത്തെ, ചിന്താധാരകളെ ഉണർത്തുകയാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 12-15, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. പൗലോസിന് ആരുടെയും പണം വേണ്ട, ആരിൽ നിന്നും പ്രശസ്തി വേണ്ട, തനിക്കുള്ളതൊക്കെ വിശ്വാസികൾക്ക് വേണ്ടി ചെലവാക്കുവാൻ തയ്യാറാണ്. എന്നിട്ട് ഇവർക്ക് പൗലോസിൻ്റെ ഈ നല്ല മനസ്സിനെ മനസ്സിലാക്കാൻ സാധിച്ചോ? ഇല്ല. എല്ലാ വിശ്വാസികൾക്കല്ല, കൊറിന്ത്യ സഭയിലെ ചിലർക്ക്. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ? അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് പൗലോസ് വേദനയോട് പറയുകയാണ്, എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്,
ക്രിസ്തുവിൻ്റെ കാര്യമല്ല. ഇനി പൗലോസിൻ്റെ കൂടെ കുറേ കാലം സുവിശേഷ വേല ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ദേമാസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേമാസിന് മനസ്സിലായി ഈ പൗലോസിൻ്റെ കൂടെ നടന്നിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ദേമാസ് ലോകത്തെ സ്നേഹിച്ച് മാറിപ്പോയി. പലരും പൗലോസിനോട് കൂടെ കുറച്ചു കാലം പൗലോസിനോട് കൂടെ പലരും പ്രവർത്തിച്ചു. പിന്നെ മനസ്സിലായി പൗലോസിൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്തിട്ട് എനിക്കെന്ത് കിട്ടാനാണ്. ഒടുവിൽ പൗലോസ് ഒറ്റയ്ക്കായി. ആരും പൗലോസിനെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് പോരാടി. 2 തിമോത്തി 4:9-11 വരെയുള്ള വാക്യങ്ങൾ. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോണിക്കയിലേക്ക് പോയി. ക്രേസ്കേസ് ഗലാത്തിക്കും തീത്തോസ് ദൽമാത്തിക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. 2 തിമോത്തി 4:16. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. പൗലോസ് ക്രിസ്തുവിൻ്റെ കാര്യം മാത്രം നോക്കുന്നവനായിരുന്നു. അതുകൊണ്ട് പൗലോസിനെ പല രീതിയിലും സഹായിക്കാൻ മറ്റുള്ളവർക്ക് സമയമുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കൈവിട്ടാലും കർത്താവിൻ്റെ കാര്യം നോക്കുവാൻ പൗലോസ് ഉറച്ചു നിന്നു. അതുകൊണ്ട് കർത്താവ് പൗലോസിന് തുണ നിന്നു. പ്രിയമുള്ളവരെ, നാം സമ്പൂർണ്ണ സമർപ്പണത്തോടെ ഇറങ്ങുമ്പോൾ, ക്രിസ്തുവിൻ്റെ കാര്യം മാത്രം നോക്കുവാൻ നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ, നമ്മുടെ കൂടെ നിൽക്കുവാനോ സഹകരിക്കുവാനോ പ്രോത്സാഹന വാക്കുകൾ തരാനോ കൈത്താങ്ങലുകൾ തരാനോ ചിലപ്പോൾ ആരും ഉണ്ടായിരിക്കുകയില്ല. അതിനൊരു കാരണം, എല്ലാവർക്കും അവരുടെ കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ പൗലോസിനെയും സഹായിക്കുവാൻ കൂടെ നിൽക്കുവാൻ പലർക്കും സമയമുണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളായിരുന്നു. പക്ഷേ എങ്കിലും പൗലോസ് തളർന്നില്ല. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുവാൻ അതിനുവേണ്ടി മാത്രം നാം ഇറങ്ങിത്തിരിച്ചാൽ വേറെ ആര് സഹായിച്ചില്ലെങ്കിലും